എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കോടയൊന്നും അധികം അറിയാൻ പറ്റില്ല. കോടയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ഞെരുങ്ങിയാണ് വീടുകളിരിക്കുന്നത്. അതുകൊണ്ട് കോടയൊന്നും കാണാനായിട്ടൊന്നും പറ്റില്ല. പക്ഷെ ഫീൽ ചെയ്യും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല കിളികളുടെ സൗണ്ടും പിന്നെ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നല്ലൊരു വൈബാണ് രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ഇനി തൂത്തുവാരലൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പല്ല് തേച്ച് കുളിച്ച് വിളക്ക് കത്തിക്കണം, അതാണ് അടുത്ത പരിപാടി. വിളക്ക് ഒരു തിരിയിട്ട് കത്തിക്കാൻ പാടില്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ്, ഞങ്ങൾ രാവിലെ മാത്രമാണ് ഒറ്റ തിരിയിൽ വിളക്ക് കത്തിക്കണത്. വൈകുന്നേരം 2 തിരിയിട്ടാണ് വിളക്ക് കത്തിക്കണത്. രാവിലെ ഒരു തിരിയിട്ട് കത്തിക്കുമ്പോൾ അത് ഉദയസൂര്യന് മാത്രമാണെന്നാണ് പറയണത്. വൈകുന്നേരം ഉദയസൂര്യനും അസ്തമയ സൂര്യനും എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കത്തിക്കണമെന്നാണ് കേട്ടറിവ്. അതിൻ്റെ ആധികാരികതയൊന്നും എനിക്കറിയില്ല. നമ്മൾക്കിങ്ങനെ ഓരോരുത്തുനിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അങ്ങനെ ഇനി അപ്പോൾ വൈകുന്നേരം കത്തിച്ച ആ 2 തിരിയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, തിരി നമ്മൾ വലിച്ചെറിയാനായിട്ട് പാടില്ല എന്ന്. അപ്പോൾ അതിന് എന്തായിരുന്നാലും നമ്മൾ ആ തിരി വലിച്ചെറിയണത് അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം എണ്ണത്തിരിയാണ്. നമ്മൾ വലിച്ചെറിയുമ്പോഴേക്ക് ചിറക്കി വീഴാൻ നമ്മൾ തന്നെ ചിറക്കി വീഴാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ തറയോടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വലിച്ചെറിയുമ്പോഴേക്കും അത് ദോഷം തന്നെയാണ്. നമ്മളൊരു ടിന്നിനകത്തിട്ടൊന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. നമുക്കിപ്പോൾ പുകയടുപ്പൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ട് ഈ തിരി ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ച് പുകയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ തിരി ഭയങ്കര ഉപയോഗമാണ് അങ്ങനെ വെച്ചിരുന്നാൽ. അപ്പോൾ ഇനി വിളക്കൊക്കെ ഒന്ന് തേച്ച് മിനുക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ, എന്നാലും വീണ്ടും ഓരോ കമൻറ്റ് പറഞ്ഞുകൊണ്ട് പറയണതാണ്. ഞാനിങ്ങനെ പീതാമ്പരി പൊടിയിട്ടാണ് വിളക്ക് തേക്കാറ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിളക്ക് തേക്കുന്ന സംഭവം അല്ലാത്ത പൊടികൾ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അതിട്ട് വിളക്ക് തേച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിക്കണം. എന്താണെന്ന് വെച്ചാൽ എണ്ണ കൂടുതലല്ലേ വിളക്കിൽ, ആ ഒരു എണ്ണമയം കൂടെ കുറച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ ലിക്വിഡും കൂടെ വേണം. അതുകൊണ്ട് മാത്രമാണ് അതും കൂടെ ഇട്ട് തേച്ച് കഴുകണത്. അപ്പോൾ നമ്മൾ അതിട്ട് കഴുകുമ്പോഴേക്കും നന്നായിട്ട് വിളക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വിളക്കെല്ലാം തേച്ച് അവിടെ ഒന്ന് വെള്ളം തോരാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്ക് കത്തിക്കണതല്ലേ. ഇപ്പോൾ ഒരു നേരം വിളക്ക് കത്തിക്കുന്നിടത്തായാൽ പോലും ആ സാമ്പ്രാണിത്തിരിയുടെ ആ പൊടിയൊക്കെ വീണിട്ട് അവിടെ മൊത്തം നമ്മളിന് എത്ര വൃത്തിയാക്കിയിട്ടിരുന്നാലും പിന്നെയും അവിടെ ഇങ്ങനെ പൊടിയാവും. പിന്നെ കുറച്ച് എണ്ണമയവും കൂടെയൊക്കെ വരണതുകൊണ്ട് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കാനായിട്ട് നമുക്കിപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോഴേക്ക് വെള്ളം തൊട്ട് തുടച്ചാൽ ഇത് ചെത്തും ഉളുത്തു പോകാനായിട്ടൊക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നല്ലെണ്ണയും ഒഴിച്ചിട്ട്, നല്ലെണ്ണ എന്നല്ല ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്താകുമ്പോൾ നല്ലെണ്ണ ആയിരിക്കുമല്ലേ കൂടുതലുള്ളത്. ആ നല്ലെണ്ണയുടെ കൂട്ടത്തിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നമുക്കിങ്ങനെ പോളിഷ് ചെയ്യണില്ല, ആ ഒരു എഫക്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടണത്. അതിനുശേഷം ആ തുണി ഇട്ടല്ല ഇനി ഭഗവാനെ തുടയ്ക്കുന്നത്, വേറൊരു തുണി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ പടങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്തെന്ന് പറഞ്ഞാൽ തുണി കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ അടിച്ച് വെക്കണത് അതൊരു ഐശ്വര്യമാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ വെച്ചാലും നല്ലത്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട്. ഇനി ചാണകവെള്ളം തളിക്കണത് ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയണത്. നമ്മുടെ ഹിന്ദുസിൻ്റെ വിശ്വാസം അനുസരിച്ച് അറിയാമല്ലോ, ലക്ഷ്മി ദേവി കുടികൊള്ളണത്, ചാണകത്തിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനും ശുഭലക്ഷണമായിട്ട് ചാണകം തളിച്ചൊക്കെയാണല്ലോ തുടങ്ങാറ്. അപ്പോൾ ഞാനും ഇവിടെ ചാണകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ദിവസവും ചാണകവെള്ളം കുടയാനായിട്ട് അല്ലെങ്കിൽ തളിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ വരുമല്ലോ, അപ്പോഴൊക്കെ ഇങ്ങനെ ചാണകവെള്ളമൊക്കെ തളിച്ച്
ഒന്ന് വൃത്തിയാക്കി ഇടണം. അതൊന്ന് ഒരു ഐശ്വര്യമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഇതേ തറയോടിലാണ് ചാണകവെള്ളം തളിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്ക് അതിങ്ങനെ നല്ലതുപോലെ ആ ചാണകവെള്ളം തളിച്ചതിൻ്റെ പാടൊക്കെ അതിൽ കാണും. അത് നമുക്ക് കഴുകുമ്പോൾ അങ്ങ് പൊയ്ക്കോളുമല്ലോ. പക്ഷേ അത് നമ്മളൊരു ലക്ഷ്മി ദേവിയെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരണം എന്ന് ഉള്ള ഒരു രീതിയിലാണ് ഇതൊക്കെ ചെയ്യണത്. ചെയ്താലും നല്ലത്, അത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കണം. ഇപ്പോൾ എൻ്റെ ചെമ്പരത്തി വെട്ടിക്കളഞ്ഞതുകൊണ്ട് പൂവ് അധികം കിട്ടാറില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് പൂക്കൾ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ഇനി എത്ര പൂവ് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മളൊന്ന് വെട്ടി ഒതുക്കി നിർത്തണത് നമുക്ക് നല്ലതാണ്, സ്ഥലവും ലാഭിക്കാം. അതിനപ്പുറം ചെടിക്ക് ഭയങ്കര കരുത്തോടെ പിന്നും ഒരുപാട് മുട്ടിട്ടൊക്കെ വരാനായിട്ട് നമ്മളിങ്ങനെ ഈ പ്രൂൺ ചെയ്യണമെന്ന് പറയുമല്ലോ, ഈ ഒരു സമ്പ്രദായം നല്ലതാണ്. അന്നൊരാൾ ചോദിച്ചിരുന്നു, ചേച്ചി കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി, ആ ചെമ്പരത്തിയിൽ ഒരുപാട് മുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന്. സത്യോടെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു അത് വെട്ടിക്കളയാനായിട്ട്. പക്ഷേ വെട്ടിക്കളഞ്ഞാൽ മാത്രമേ വീണ്ടും അത് നല്ലതുപോലെ വരുള്ളൂ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല, പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരുപാട് സന്തോഷം അത് തിരിച്ച് തന്നോളും. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കണം. അതുപോലെ തന്നെ എൻ്റെ നീല ചെമ്പരത്തിയിലും ഇപ്പോൾ അധികം പൂക്കൾ കിട്ടാറില്ല. ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടുമ്പോഴും ഒരു പൂവൊക്കെ കിട്ടിയാലായി, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് എപ്പോഴും പൂക്കളുണ്ടാവുമായിരുന്നു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുകയ്ക്കുകയും കൂടെ ചെയ്താൽ രാവിലെയുള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ വീടിന് വേണ്ടി ചെയ്യണ കുറച്ച് കാര്യങ്ങൾ അങ്ങ് അവസാനിക്കും. ഇതും കൂടെ ചെയ്യണതോടുകൂടി വീട് ഹാപ്പിയാവും, നമ്മുടെ ആ ഒരു അന്തരീക്ഷം തന്നെ അങ്ങ് മാറിക്കോളും. പിന്നെ ഞാൻ പറയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഭക്തിഗാനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഭക്തിഗാനവും പിന്നെ ഈ സാമ്പ്രാണി പുകയ്ക്കുന്നതിൻ്റെ ആ ഒരു മണവും വിളക്ക് കത്തിച്ചതിൻ്റെ ആ ഒരു ഐശ്വര്യവും നമുക്ക് കണ്ണിനും കാതിനും എന്തിനു പറയാനായിട്ട് മൂക്കിനും എല്ലാത്തിനും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ തന്നെ അതൊന്ന് നല്ല എന്താ പറയണ്ടത്, നല്ലൊരു ഫ്രഷ് ആക്കും. ആ ഒരു വൈബ് അങ്ങനെ ആക്കി നമ്മളൊന്ന് തീർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആദിത്യ ഭഗവാനെ കൂടെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ അതും ഏറ്റവും നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ ചെന്നപ്പോഴേക്ക് അമ്മ അവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനന്തമുണ്ട്, ചായ ഇട്ട് അനന്തൂനും കൊടുത്തിട്ടതാ എനിക്കുള്ള ചായ അമ്മ അവിടെ ഞാൻ വന്നതിന് ശേഷം ഒഴിക്കാമെന്നുള്ള രീതിയിൽ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിളക്കെല്ലാം കത്തിച്ചിട്ട് ചെന്നപ്പോഴേക്കും അമ്മ എനിക്കുള്ള ചായയും തന്നിട്ടുണ്ട്. ഇനി ഒന്ന് സമാധാനമായിട്ട് ഒന്ന് ആസ്വദിച്ച് ചായ കുടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്താനായിട്ട്, ഞങ്ങൾ വർക്ക് ചെയ്യണതാണ്, വർക്കിംഗ് വുമണാണ്, ഞങ്ങൾക്ക് രാവിലെ ഒന്നിനും സമയമില്ലെന്നൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഒരല്പം നേരത്തെ എഴുന്നേറ്റാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ സമയം ഇങ്ങനെ കിട്ടും പോലെ തോന്നും. നമ്മൾ ചിലപ്പോൾ വെളുപ്പാൻ രാവിലെയൊക്കെ എവിടെയെങ്കിലും അമ്പലത്തിൽ പോക്കോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്കിപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കും ഒരുപാട് സമയം കഴിയുന്നത്. പക്ഷെ നമ്മൾ രാവിലെ നോക്കുമ്പോഴേക്കും ഒരു 7 മണി ആയിട്ടേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മളെ മനസ്സിൽ ഇപ്പോൾ 8, 9, 10 മണിയെങ്കിലും ആയി കാണുമെന്നാണ്. കാരണം നമുക്ക് അത്രയും സമയം നമുക്ക് പുറകിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുമ്പോഴേക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ആരോഗ്യത്തിനായിരുന്നാലും ഐശ്വര്യത്തിനായിരുന്നാലും എല്ലാത്തിനും നല്ലത് രാവിലെ ഉണരണതാണ്. പിന്നെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ കാപ്പി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചോദിക്കും, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. പിന്നെ എൻ്റെ ലൈഫ് കാണിക്കുമ്പോൾ, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോഴേക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി നല്ലൊരു സാമ്പാർ വെക്കണം, അതിനുള്ള ഒരുക്കത്തിലാണ് അമ്മ. അവിടെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പിട്ടിട്ടുണ്ട്. അരി അടുപ്പിട്ടിട്ടെന്ന് പറഞ്ഞാൽ അരി തിളച്ച് കഴിഞ്ഞ് തോരൻ പരിപ്പൊക്കെ അങ്ങനെ അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ടും കറിക്കുള്ള സംഭവങ്ങളൊക്കെ എടുക്കണമല്ലോ. അതിനായിട്ട് ഇനി പൈസ കൊടുത്ത് കടയിൽ പോയി അയ്യോ രാവിലെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ മലക്കറിയില്ല, ഇന്ന് എന്തുണ്ടാക്കും എന്തോന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് പുറത്തോട്ട് നോക്കിയൊന്ന് ആലോചിച്ചാൽ മതി.
ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽപ്പുണ്ട് നമുക്ക് ഉപയോഗമുള്ളത്. തോരൻ വെക്കാനായിട്ടായിരുന്നാലും കറി വെക്കാനായിട്ടായിരുന്നാലും അല്ല എന്തിനുള്ള അച്ചാറിടണോ അതിനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ണു മുന്നേ ഉണ്ട്. നമ്മളതൊന്ന് കണ്ണു തുറന്ന് കാണില്ല, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ ആയിപ്പോയില്ലേ. ഓടി ചെല്ലണം, കടയിൽ കൊടുക്കണം, പൈസ കൊടുക്കണം, സാധനം വാങ്ങണം, അങ്ങ് വെക്കണം. അതാണ് ഇപ്പോൾ എല്ലാവരുടെയും അവസ്ഥ. അപ്പോൾ ഞാൻ എന്താ ചേമ്പൻ തട എടുക്കാനായിട്ട് പോയതാണ്. നമുക്ക് ഇത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാം, പുളിങ്കറി ഉണ്ടാക്കാം, പിന്നെ തോരൻ വെക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതാ ഈ ഒരു ചെടിയിൽ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ചേമ്പ് അറിയാമല്ലോ, ചേമ്പ് വെച്ചിട്ട് നമുക്ക് പുഴുക്കുണ്ടാക്കാം, ചേമ്പ് മെഴുക്കുരട്ടി ഉണ്ടാക്കാം, ചേമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് സാമ്പാറിലിടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതാ ഈ ഒരു ഒറ്റ ചെടി മാത്രം മതി. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള ചേമ്പൻ തടയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഴയിലയും കൂടെ എടുക്കണം. രാവിലെ നമ്മൾ വാഴയിലയിൽ കാപ്പി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു നല്ല രസമാണ് കാണാനായിട്ടായിരുന്നാലും അവർക്ക് കഴിക്കുമ്പോഴായിരുന്നാലും നല്ല ഇഷ്ടം തോന്നും. നമുക്ക് എപ്പോഴും വാഴയില മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ വാഴ ഉള്ളതുകൊണ്ട് കൊള്ളാം, ഇല്ലാത്തവർക്ക് അതൊന്നും പറ്റില്ല. അങ്ങനെ എൻ്റെ സാമ്പാറിലത്തേക്ക് വേണ്ട ചേമ്പും തടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നിനി മുരിങ്ങയിലയും പരിപ്പും കൂടെ വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഗുണമാണ് മുരിങ്ങയിലയും പരിപ്പും കൂടെ വെച്ചിട്ട് കറി വെച്ചാൽ. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി നമ്മൾ വെള്ളം വറ്റിച്ചെടുത്താൽ അതങ്ങ് തോരനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളമാക്കി എടുത്താൽ നമുക്കതൊരു കറിയായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ കഥയാണെങ്കിൽ നല്ല രസമാണ്. അവിടെ ഒരു വലിയ മുരിങ്ങ ഉണ്ടായിരുന്നു. ആ മുരിങ്ങയില മുറിച്ചിട്ടതാണ്. മുരിങ്ങ മുറിച്ചിട്ടപ്പോഴേക്ക് അതിൻ്റെ തടി അവിടെ കിടക്കുമല്ലോ. സാധാരണ അങ്ങ് ചെത്ത് പോവാറാണ് പതിവ്. പക്ഷേ ഈ തടി അവിടെ കിടന്നിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നതാണ് ഈ മുരിങ്ങയില. അത് നിന്ന് ആ മുരിങ്ങക്കാൽ ഭയങ്കര കരുത്തോടു കൂടിയാണ് ഈ സംഭവം ഇങ്ങനെ മുളച്ച് പൊന്തി വന്നിട്ടുള്ളത്. അപ്പോൾ വെട്ടി വീഴ്ത്തിയാലും കാര്യമില്ല, വീണ്ടും ഫീനിക്സ് പക്ഷിയെ പോലെ പൊങ്ങി വരുമെന്നുള്ളൊരു പാഠം കൂടെ നമുക്ക് ഈ മുരിങ്ങ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല കൊഴുത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇലകളെല്ലാം. അങ്ങനെ അതും ചേമ്പൊക്കെ എടുത്തോണ്ട് വന്നിരുന്ന് കഴുകി എടുക്കണമല്ലോ, അതിനായിട്ട് അതിലിട്ടിട്ടുണ്ട്. ഒരു ബേസിനിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പാറിലത്തേക്ക് ഈ ഒരു സാമ്പാർ ചീരയും കൂടെ വേണം. അപ്പോൾ ഇത് സാമ്പാർ ചീരയാണ്. ഇതിന് നമുക്ക് ബ്രാഹ്മണ ചീരയെന്നും പിന്നെ കുളമ്പ് ചീര അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാം, സാമ്പാറിലിടാനായിട്ട് ഉപയോഗിക്കാം. നല്ല കൊഴുത്ത് നിൽക്കണോണ്ടായിരിക്കും അതൊരു സാമ്പാർ ചീരയെന്ന് പേര് വന്നതെന്നാണ് എനിക്ക് തോന്നണത്. ഇനി അച്ചാറൊക്കെ തീർന്നിട്ട് കുറേ നാളായി. അപ്പോൾ പുളിഞ്ചിക്ക് നല്ലതുപോലെ വരാത്തത് കൊണ്ട് മാത്രം ഇപ്പോൾ അച്ചാറൊന്നും അധികം ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ. നാരങ്ങയൊക്കെ അതുപോലെ തന്നെ കിട്ടാക്കനിയാണ്. ഒരു നാരങ്ങയ്ക്ക് 10 രൂപയൊക്കെയാണ്. അതുകൊണ്ടാണ് അച്ചാറിനോട് കുറച്ച് നാളത്തേക്ക് മുഖം തിരിച്ച് നിന്നത്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് പുളിഞ്ചിക്ക്. അതിന് പിന്നെ നമ്മൾ ഒരുപാട് വലുതാവാനായിട്ട് വിടൂല. അന്ന് നേരത്തെ നമ്മളിപ്പോൾ ചേമ്പിൻ്റെ കാര്യം പോലെയാണ്. കറി വയ്ക്കാം, പുളിങ്കറി വയ്ക്കാം, മീനിലിടാം, അച്ചാറിടാം, ഉണക്കിയിട്ട് നമുക്ക് അടമാങ്ങ പോലെ ഉണക്കി അച്ചാറിടാം, അല്ലാണ്ട് അച്ചാറിടാം. എന്തൊക്കെ രൂപത്തിലോട്ട് മാറ്റണോ അങ്ങനെയെല്ലാം മാറാൻ തയ്യാറായിട്ടാണ് ഈ പുളിഞ്ചിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ വലുതാവാനായിട്ട് വിട്ടാലും നല്ല വലുതായി കിട്ടും. ഇതിപ്പോൾ അതിന് വിടാറില്ല. അതിന് മുമ്പ് എല്ലാം എടുത്ത് അച്ചാറിടാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. എനിക്കാണെങ്കിൽ ഇത് ഒരു ദിവസത്തെ ഉണക്കിൽ അച്ചാറിടാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒരുപാട് ഉണക്കണ്ട, ഒറ്റ ദിവസത്തെ ഉണക്ക് മതി. അപ്പോഴും അച്ചാറിടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല, അല്ലാതെ അച്ചാറിടാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? എല്ലാ സംഭവങ്ങളും കിട്ടിയില്ലേ? അച്ചാറാണെങ്കിൽ അച്ചാറിനുള്ള സംഭവങ്ങൾ കിട്ടി, തോരൻ വെക്കാനായിട്ട് കിട്ടി, കറി വെക്കാനായിട്ട് കിട്ടി. ഇനി എന്ത് വേണം? ഒരു തോട്ടം ഉണ്ടാക്കണമെന്നോ കൃഷി ചെയ്യണമെന്നോ ഒന്നുമില്ല. നമുക്ക് പ്രകൃതി തന്നെ ഇതൊക്കെ ഇങ്ങനെ തനിയെ കൊണ്ട് തരണുണ്ട്. ഇതൊന്നും ആരും ഈ പുളിഞ്ചിമരം ആയിരുന്നാലും ഈ കുളമ്പ് ചീര ആയിരുന്നാലും മുരിങ്ങ ആയിരുന്നാലും ചേമ്പായിരുന്നാലും ഇതൊന്നും ആരും നട്ടതൊന്നുമല്ല. അത് തനിയെ മുളച്ച് വന്ന സംഭവങ്ങളാണ്. ഇതിപ്പം നമുക്ക് ഇത്രയും ഉപകാരപ്പെട്ടില്ലേ. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ആ ബേസിനിലാക്കിയിട്ടിട്ടുണ്ട്. അമ്മ അതെല്ലാം ഇനി കഴുകിയിട്ട് ആ 2 കുട്ടക്കകത്താക്കി അങ്ങ് വെക്കും. അപ്പോഴേക്ക് അതവിടെ ഇരുന്ന് തോർന്നിരിക്കും. മുരിങ്ങയിലേക്ക് നല്ല വെള്ളം വാർന്ന് കിട്ടിയാലല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോഴേക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ സംഭവങ്ങളെല്ലാം വെള്ളമൊക്കെ തോർന്ന് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. എനിക്കിപ്പം ആവശ്യം ഈ ചേമ്പന്തടയാണ്. സാമ്പാർ വയ്ക്കണ്ടേ,
രാവിലെ കാപ്പി ഉണ്ടാക്കിയില്ല ഇതുവരെ. വിളക്ക് കത്തിക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയതാണ് ഞാൻ ഒരു കുട്ടയുമായിട്ട് ഇതൊക്കെ സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ആ ചേമ്പൻ തടയും നമ്മുടെ സാമ്പാർ ജീരയുമായിട്ട് ഇനി കിച്ചണിലോട്ട് കയറണം. കയറി സാമ്പാർ, നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണം. അതാണ് അടുത്ത പരിപാടി. നമുക്ക് ഈ സാമ്പാർ ചീര തോരൻ വെക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു. അപ്പം നമ്മൾ ഇത് തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നെങ്കിൽ പയറിടണം, അല്ലെങ്കിൽ തോരൻ പരിപ്പിടണം. എന്നിട്ട് തോരൻ വെച്ചാൽ, തോരൻ വെക്കുകയെന്ന് വെച്ചാൽ ആ സംഭവങ്ങളെല്ലാം ഒന്ന് വാടി വെന്ത് വരുമ്പോഴേക്കും ഇതിനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉടനെ അങ്ങ് എടുക്കണം. അതാണ് നല്ലത്. അങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് നല്ലൊരു തോരൻ വെക്കാനാവും. പിന്നെ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ മിക്കവാറും ഇനി മലക്കറി ഉണ്ടെങ്കിൽ തന്നെ, മലക്കറി ഞങ്ങൾ വാങ്ങാറേ ഇല്ലെന്നല്ല, മലക്കറിയൊക്കെ വാങ്ങും, എന്നാലും മാക്സിമം വാങ്ങാതിരിക്കാനായിട്ട് നോക്കും. പിന്നെ നമ്മൾ കൂടുതൽ വാങ്ങണത്, നമുക്ക് ചന്തയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയാറില്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അങ്ങനെയുള്ളത് വാങ്ങും. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അറിയാമല്ലോ, ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് അസുഖങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഞങ്ങളെ മോനെയും കൂടെ ഇനി ഇപ്പോഴേ രോഗിയാക്കി മരുന്നിൻ്റെയും ഗുളികയുടെ മരുന്നിൻ്റെയൊക്കെ അടിമയാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇനിതാ ചേമ്പൻ തട ഇതേപോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സവോളയും കൂടെ ഇട്ട് കൊടുക്കണം, സാമ്പാർ ജീര ഇട്ട് കൊടുക്കണം. തക്കാളി പുറത്തുനിന്ന് വാങ്ങിയതാണ്, തക്കാളി ഇട്ട് കൊടുത്ത്, പിന്നെ ചേമ്പുണ്ടായിരുന്നു, അത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് തന്നെയാണ്. ആ ഒരു ചേമ്പും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് സാമ്പാറിനുള്ള മലക്കറികളെല്ലാം ആയി. അല്ലാണ്ട് ഒരുപാട് മലക്കറി വെട്ടി വാരിയിട്ട് സാമ്പാർ വെച്ചാൽ മാത്രമേ സാമ്പാർ ആവുള്ളൂ എന്നുള്ള ഒരു മിഥ്യാധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വയ്ക്കേണ്ടതാണ് ഏറ്റവും നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി, ഇത്രയും സംഭവങ്ങൾ മാത്രം മതി. നമ്മൾ സാമ്പാർ കഴിക്കുമ്പോൾ അറിയാമല്ലോ, എല്ലാ മലക്കറിയെന്നും അതിൽ കിടക്കുന്ന ആ കഷ്ണങ്ങളൊക്കെ ഉടച്ച് കൂട്ടാറൊന്നുമില്ല, അതിൻ്റെ കറി മാത്രമായിരിക്കും കൂട്ടണത്, ബാക്കി എല്ലാം വേസ്റ്റാക്കി അങ്ങ് വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെക്കാളും നമുക്ക് ഇത്ര സാധനങ്ങൾ മാത്രം മതി, അത് വെച്ചൊരു സൂപ്പർ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോഴാണ് പണി കിട്ടിയത്. ഗ്യാസ് തീർന്ന്. എനിക്ക് ഗ്യാസ് തീരുമ്പോൾ പിന്നെ ഈ സിലിണ്ടർ കൊണ്ടുവന്ന് വെക്കണതൊക്കെ ഭയങ്കര മടിയാണ്. അതിനെങ്ങനെ ഉരുട്ടി അവിടെ നിന്ന് കൊണ്ടുവരണ്ടേ, പക്ഷേ വെച്ചല്ലേ പറ്റുള്ളൂ, പണികൾ അങ്ങോട്ട് നടക്കണ്ടേ. അങ്ങനെ ഇതാ സിലിണ്ടറൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നോക്കണമല്ലോ, എപ്പോഴും പുതിയ സിലിണ്ടർ മാറ്റി വയ്ക്കുമ്പോഴേക്കും 1-2 ദിവസം ഒന്ന് ലീക്ക് പോലെ ഒരു സ്മെല്ല് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പേടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വെച്ചപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി തോരൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. തോരൻ പരിപ്പ് നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ അല്ലാണ്ട് വെക്കാനായിട്ടൊക്കെ പറ്റും, പക്ഷേ കുക്കർ ഉള്ളതുകൊണ്ട് അതും മടിച്ചിട്ടാണ് കുക്കറിലോട്ട് വെക്കുന്നത്. നമ്മളെപ്പോഴും കുക്കർ ഒഴിവാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത്. ഈ ഷുഗറൊക്കെ ഏറ്റവും കൂടുതൽ വരണതും ഈ കുക്കറിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ടൊക്കെ ആണെന്നാണ് പറയാറ്. പക്ഷേ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ കുക്കറിനെ ഒഴിച്ച് നിർത്താനായിട്ട് പറ്റണില്ല. മാക്സിമം കുക്കർ ഒഴിവാക്കാനായിട്ട് നോക്കും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുക്കറിൽ വെച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ. അങ്ങനെ ഇനി ഇതാ മലക്കറികളെല്ലാം ഈ കട്ട് ചെയ്ത് കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കും, 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും, 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കും. പിന്നെ സാമ്പാർ തന്നെ നമുക്ക് കുറച്ച് കളർ കുറച്ച് ഉണ്ടാക്കാം, നല്ല ചുവപ്പ് കളറിൽ ഉണ്ടാക്കാം. എനിക്കാണെങ്കിൽ നല്ല കളർ കൂട്ടി സാമ്പാർ വയ്ക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കും, അപ്പോൾ നല്ല കളർ കിട്ടും. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ എന്തിട്ട് കൊടുക്കും, കായം ഇട്ട് കൊടുക്കും. ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വേവിച്ചാൽ, ഇപ്പം ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഈ മലക്കറിയും കൂടെ കുക്കറിൽ തന്നെ 2 വിസിലിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ തോരൻപരിപ്പ് വേവിച്ചെടുത്തിട്ട് അല്ലാണ്ട് അങ്ങ് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി, നന്നായിട്ട് നമുക്കത് കിട്ടിക്കോളും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സമയം ലേറ്റായിപ്പോയി, ചേട്ടൻ ഇനി ഷോപ്പിൽ പോകണം. അപ്പോൾ ആൾ കുളിച്ചിട്ട് വരുമ്പോഴേക്ക് കാപ്പി റെഡിയായില്ലെന്നൊന്നും അറിയണ്ട, കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വന്നിരിക്കും, അപ്പോഴും കാപ്പി കൊടുത്തോണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആളിൻ്റെ പാട്ടിന് പോവും. അപ്പോൾ അത് മേടിച്ച് പെട്ടെന്ന് കുക്കറിലേക്ക് ആക്കി വെക്കുകയാണ്. ഇനിതാ രാവിലെ തന്നെ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഉഴുന്ന് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അനന്തുവിന് വേണ്ടിയായിരുന്നു ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടത്. പക്ഷേ രാവിലെ അവനെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് സാറ് വരുമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അവൻ പോയി. അവൻ ഇനി ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഇനി അവനില്ല, അവൻ ഇനി ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം അവൻ ഉഴുന്നോട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കുമ്പോഴേക്ക് വടയും ചമ്മന്തിയും കൂടെ അതൊരു കൂട്ടാണ്. അത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഇതാ മീൻ വന്നത്. മീൻ ഞാനിവിടെ ഇഷ്ടംപോലെ മീൻ, നല്ല പച്ച മീൻ 100 രൂപയ്ക്ക് ഒരു ചരുവ മീനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം മീനേ കിട്ടാനില്ല. ഇനി ന്യൂ ഇയർ കഴിഞ്ഞാൽ മാത്രമേ മീൻ കിട്ടി തുടങ്ങുള്ളൂ എന്നാണ് പറയാറ്. ചന്തയിലൊക്കെ പോയാൽ നമുക്ക് സങ്കടം തോന്നുന്ന അവസ്ഥയാണിപ്പോൾ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ചന്തയിൽ പോയില്ല. 5 ഞണ്ടാണ് 100 രൂപയ്ക്ക് തന്നത്, അതും ആ ചെറിയ ഞണ്ട്. പിന്നെ ഇതാ 100 രൂപയുടെ നെത്തോലി കണ്ടില്ലേ, പക്ഷെ നെത്തോലി വല നെത്തോലി ആയിരുന്നു, നല്ല കിടിലൻ നെത്തോലി, നല്ല കറുത്ത സൂപ്പർ നെത്തോലിയാണ്. അയല ഇത് 3 എണ്ണം 100 രൂപ. അപ്പോൾ നെത്തോലി ഇത്രയേ ഉള്ളൂ 100 രൂപയ്ക്ക്. അല്ലെങ്കിൽ നമുക്ക് ഈ പാത്രം നിറയെ തരണതാണ്. ഇതിപ്പോൾ 50 രൂപ പങ്ക് പോലും ആയില്ല. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ അങ്ങനെ തൂക്കിയല്ല തരാറ്. അങ്ങ് വടക്കോട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ തൂക്കിയാണ് വാങ്ങണതെന്ന്. ഞങ്ങൾക്ക് 100 രൂപ, 50 രൂപ, 200 രൂപ ആ കണക്കിനാണ് മീൻ തരണത്, തൂക്കി തരാറില്ല. അങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച് ഇനിതാ സാമ്പാറും ഏകദേശമായി. ഇനി ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാനായിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി. പിന്നെ അരയ്ക്കുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കണം. ഇഡ്ഡലിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നിട്ട് എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയാലല്ല, മാവ് അരി ഉഴുന്നൊക്കെ അരച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചാലും മതി. അങ്ങനെ ഇഡ്ഡലി അടുപ്പത്താക്കി ഇനിതാ വടയ്ക്കുള്ള മാവും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വടയ്ക്കുള്ള മാവ് അരയ്ക്കുമ്പോൾ അറിയാമല്ലോ, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് അരച്ചെടുക്കണത്. അപ്പം ഞാനിതിൽ തന്നെ ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഇട്ട് ഒരുമിച്ചങ്ങ് അരച്ചെടുക്കും. അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് അതിനുശേഷം കലക്കിയാലും മതി. അപ്പോൾ ഇതാ നമ്മുടെ നല്ല കിടിലൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, ഇനി ഇതിൽ കുറച്ചും കൂടെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം. 1 പീസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൻ പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂണ് വേണ്ട, ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ നല്ല കിടിലൻ സാമ്പാറാണ്. പിന്നെ ഇങ്ങനെ വെക്കുന്ന സാമ്പാറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാമോ? ഇത് ചളിച്ചു പോവില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോഴേക്കും ഒരു ഉച്ച കഴിയുമ്പോഴേക്കും, നമ്മൾ രാവിലെയല്ലേ സാമ്പാർ കാപ്പിക്കൊക്കെ ഉണ്ടാക്കുന്നത്, ഉച്ച കഴിയുമ്പോഴേക്കും സാമ്പാർ ചളിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഈ സാമ്പാർ രാത്രി ഒരു 9 മണി ആയാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണമെന്ന് വേറെ ഒന്നുമില്ല. ഇതിന് നമുക്ക് കുറച്ച് നല്ല ചൂടായിട്ട് കുറച്ചധികം സമയം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കാസറോളിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഉച്ച വരെ നല്ല ചൂടായിട്ടിരിക്കും. പിന്നെ അങ്ങോട്ടൊരു 10 മണി വരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ വേറെ അധികം മലക്കറിയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് സാമ്പാർ ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഇനി അമ്മ അവിടെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഇപ്പോൾ രാവിലെ പോയി കടയെല്ലാം തൂത്തൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്ന, നമുക്ക് 2 ഷോപ്പാണ് ഓപ്പോസിറ്റായിട്ടുള്ളത്. ആ 2 ഷോപ്പിലെയും വിളക്കുകൾ കൊണ്ടുവരും. അപ്പോൾ അമ്മയാണ് വിളക്കെല്ലാം തേച്ച് കൊടുക്കുന്നത്. പിന്നെയാണ് പുള്ളിക്കാരൻ വന്ന് കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി വിളക്കെല്ലാം കത്തിച്ച് വിളക്കൊരുക്കി കത്തിക്കണത്. അപ്പോൾ വടക്കുള്ള മാവൊക്കെ ആട്ടി വെച്ചിരിക്കുകയാണെന്നല്ല, അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ അതൊന്നും ഇല്ലായിരുന്നു. സവോള കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഒരല്പം മല്ലിയില ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത്, ഒരു അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്താൽ അതിൻ്റെ കൺസിസ്റ്റൻസി പോവും. പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നല്ല പഫി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇതാണ് എൻ്റെ വട മേക്കർ. ഒരു ചിരട്ടയിൽ ആ മാവ് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. അതിനുശേഷം നടുക്കൊരു തുള ഇട്ട് കൊടുത്തിട്ട് ആ തിളയ്ക്കണ എണ്ണയിലോട്ട് ഇതുപോലെ ഒന്നങ്ങ് പിടിച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല സോഫ്റ്റായിട്ട് അതിൽ നിന്ന് മാവ് ഇളകി വന്നോളും. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിരട്ടയിലൊന്ന് വെള്ളം തടവണം. അല്ലാണ്ട് എണ്ണയൊന്നും തേക്കേണ്ട കാര്യമില്ല. വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ട് വേണം മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളെ കൈ പൊള്ളുമെന്ന് പേടിക്കേണ്ട, നല്ല ഷേപ്പിൽ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റും. നമ്മൾ വട മേക്കറൊക്കെ വാങ്ങിക്കണമെങ്കിൽ അറിയാമല്ലോ, നല്ല റേറ്റ് ആവും. അതിനൊന്നും കാര്യമില്ല, ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വടയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ കുളി കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. കാപ്പി റെഡിയായോ എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്.
അപ്പോൾ ഇനി ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി അരച്ചില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ അമ്മ ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് അമ്മ അങ്ങ് വിട്ടുപോയി. പിന്നെ പെട്ടെന്നാണ് ഒരു ചമ്മന്തിയും കൂടെ, ഒരു വെള്ള ചമ്മന്തിയും കൂടെ അരച്ചത്. അപ്പം നമ്മൾ വെള്ള ചമ്മന്തി അരയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ ഇടും, അതിലേക്ക് നല്ല എരിമുളവില്ല നാടൻ മുളക് അത് 2 എണ്ണം ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് തൈരുണ്ടെങ്കിൽ 1 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കും, ഉപ്പിടും, കുറച്ച് ജീരകം ഇടും, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കും, കൊച്ചുള്ളി ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ അതിലും കൂടെ കടുകൊക്കെ താളിച്ചൊഴിച്ചു കൊടുക്കും. പക്ഷേ ഇന്നിപ്പോൾ താമസിച്ച് പോയതുകൊണ്ട് ഇതാ കണ്ടില്ലേ, പുള്ളിക്കാരൻ ഇപ്പോഴും ചമ്മന്തി കൊടുത്തിട്ടില്ല. വട ഉണ്ടെങ്കിൽ ചമ്മന്തി വേണ്ടേ. പിന്നെയാണ് ഇതാ ചമ്മന്തി സ്ഥാനം പിടിച്ചത്. അപ്പോഴേക്ക് പിന്നെ അതിലിട്ട് കൊണ്ട് കടുക് താളിച്ചൊഴിക്കാനായിട്ട് പറ്റിയില്ല. നല്ല ടേസ്റ്റായിരുന്നു എല്ലാം കൂടെ ആയിട്ട് കഴിക്കാനായിട്ട്. പിന്നെ പുള്ളിക്കാരന് മാത്രമാണ് വാഴയിലയിൽ കൊടുത്തത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വാഴയിലയിൽ കഴിക്കാനായിട്ട്. പിന്നെ സമയക്കുറവുകൊണ്ട് പിന്നെ ഞാൻ വാഴയിലയിലൊന്നും കഴിക്കാനായിട്ട് ഇരുന്നില്ല. അതിലൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് സമാധാനമായിട്ട് കുറച്ച് ആസ്വദിച്ച് കഴിക്കണം. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പുള്ളിക്കാരെന്താ നല്ല സന്തോഷത്തോടു കൂടി നല്ല നിറവോടുകൂടി ആ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയൊക്കെ കഴിച്ചുകൊണ്ട് ഇനി കടയിലോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഈ വേവിച്ച് വെക്കണതിൽ മാത്രമല്ല, നമ്മൾ വിളമ്പണയിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് ആ ഒരു സിറ്റുവേഷൻ അങ്ങ് മേക്കപ്പ് ചെയ്ത് കൊണ്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ പുള്ളിക്കാരൻ ആഹാരമൊക്കെ കഴിച്ച് ഷോപ്പിലോട്ട് പോയിട്ടുണ്ട്. ഇതാ വാങ്ങിയ നെത്തോലി അമ്മ അവിടെ നുള്ളാനായിട്ടിരുന്ന്. ഇന്നിപ്പോൾ ഒരുപാട് മീനൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അമ്മ നുള്ളിയൊക്കെ എടുക്കുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കമ്പയർ ആയെന്ന് തോന്നുന്നു. മീനൊന്നും കിട്ടാനില്ല, അത്ര മീനേ ഉള്ളൂ. ഇനി അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി മുരിങ്ങയിലയുടെ കാര്യം അറിയാമല്ലോ, ഒരുപാട് സമയം എടുക്കും നുള്ളി എടുക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ മുരിങ്ങയിലയൊക്കെ ആയിട്ടങ്ങ് ഇരിക്കുകയാണ്. അതൊന്ന് നുള്ളിപ്പിച്ചിയൊക്കെ എടുത്ത് കറി വെക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ സമയമുണ്ടെങ്കിൽ മാത്രം പറ്റണ ജോലികളാണ്, അത് വേറൊരു കാര്യം. പിന്നെ ഈ മുരിങ്ങയിലയിൽ പിച്ചാത്തി തൊട്ടാൽ അത് കയ്പ്പരസം കൂടുതലായിരിക്കുമെന്ന് പറയാനുണ്ട്. ഞങ്ങൾ ഇങ്ങനെയെല്ലാം നുള്ളി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് തന്നെയാണ് എടുക്കണത്. അങ്ങനെ ഒരുപാട് കയ്പ്പായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചിലപ്പോൾ പിച്ചാത്തി തൊടാണ്ട് എടുക്കുമ്പോഴേക്കും ഇതിനേക്കാളും നല്ല മധുരമായിരിക്കും, നല്ല രുചിയായിരിക്കും എന്നാണ് തോന്നണത്. അപ്പോൾ ഓരോ മുരിങ്ങയിലയായിട്ട് ഇങ്ങനെ എടുക്കണത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിറയെ ചിലന്തി ഉണ്ടായിരുന്നു. പച്ച ചിലന്തിയില്ലേ, ഇതിലൊക്കെ ഇരിക്കുന്ന ചിലന്തി. അപ്പോൾ അതും കൂടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഓരോ ഇലകളായിട്ട് പൊളിച്ചെടുക്കണത്. എങ്ങാനും വയറ്റി പോയിട്ട് ഇനി അത് ഇരട്ടി പണിയാവണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ചധികം സമയം എടുത്തിട്ടായാലും ഇതൊക്കെ ചെയ്യണത്. പിന്നെ കറിവേപ്പില വേണമെന്നുള്ളവരൊക്കെ പറഞ്ഞോ, എല്ലാവരും ചോദിക്കുന്നുണ്ട് കറിവേപ്പില കൊടുത്ത് വിടോ, അഗസ്തിപ്പൂ കൊടുത്ത് വിടോ എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും തരാം കേട്ടോ, നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ മതി. കറിവേപ്പില വേണമെങ്കിലും തരാം, അഗസ്തിപ്പൂ വേണമെങ്കിലും തരാം. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന 2 സംഭവങ്ങളും ഇല്ല, പക്ഷേ എവിടെ നിന്നായാലും ഒപ്പിച്ച് തന്നോളാം. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇഷ്ടംപോലെ കറിവേപ്പില കിട്ടും. പിന്നെ കണ്ടില്ലേ, കറിവേപ്പിലയിലിരുന്ന ആളിനെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇതിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നല്ല സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതിൻ്റെ കാര്യം ഇതൊക്കെയാണ്. പിന്നെ ആ ഒരു പുഴു കയറിയാൽ മതി, ഒറ്റ ദിവസം കൊണ്ട് കറിവേപ്പില ഫുള്ള് തിന്ന് തീർത്തോളും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ കറിവേപ്പില ഞാൻ നട്ടതിലെല്ലാം നന്നായിട്ട് ഒന്നിങ്ങനെ മുളച്ച് വരും, അപ്പോഴേക്ക് ഈ പുഴു കയറും. ഇപ്പം ഞാനത് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമൊന്നും പിടികിട്ടില്ല എന്താണ് ഇതിന് പറ്റണതെന്ന്. നോക്കുമ്പോഴേക്ക് ഇലകൾ ഫുള്ള് അങ്ങ് കൊഴിഞ്ഞു പോയതുപോലെ തോന്നും. പിന്നെയാണ് മനസ്സിലായത് ഈ ഒരു ആശാനാണ് ഇതിനെ ഒറ്റ ദിവസം കൊണ്ട് നിലംപരിശാക്കണതെന്ന്. അങ്ങനെ കറിവേപ്പില നമുക്കിനി 1 മാസത്തേക്കുള്ളതൊക്കെ ആയിട്ടുണ്ട്. നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി പുളിഞ്ചിക്ക അച്ചാറിടണം, അതാണ് അടുത്ത പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, പുളിഞ്ചിക്ക കിട്ടിയാൽ ഒറ്റ ദിവസത്തെ ഉണക്കിൽ അച്ചാറിടണതാണ് എപ്പോഴും നല്ല ടേസ്റ്റ്. പക്ഷേ ഇന്നിപ്പോൾ അച്ചാറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണക്കാനൊന്നും സമയമില്ല, അല്ലാണ്ട് തന്നെ അങ്ങ് അച്ചാറിടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരുപാട് മൂത്തതൊന്നും അല്ലാത്തതുകൊണ്ട്, ഒരുപാട് മൂത്തതും അല്ല ഒരുപാട് പിഞ്ചും അല്ല, നല്ല പരുവായിരുന്നു പുളിഞ്ചിക്കയെല്ലാം. പിന്നെ ഈ പുളിഞ്ചിക്ക ഒരുപാട് കഴിക്കണത് നല്ലതല്ല എന്നാണ് പറയാറ്. അത് ശരി തന്നെയാണ്, നമുക്ക് കിഡ്നിക്കൊക്കെ പ്രോബ്ലംസ് വരും. എന്തായാലും അധികമായാലും അമൃതം വിഷമെന്നാണല്ലോ പറയാറ്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അച്ചാറെന്നൊക്കെ പറയുമ്പോൾ തൊട്ട് കൂട്ടാൻ വേണ്ടിയല്ലേ. ഞാനിങ്ങനെ പറയണമെങ്കിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും അല്ല. രാവിലെ കാപ്പിയുടെ കൂടെ തുടങ്ങുന്നതാണ് ഞാൻ അച്ചാർ കഴിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്, അല്ലാണ്ട് കഴിക്കാതിരിക്കാനായിട്ട് ഒട്ടും പറ്റണില്ല.
അപ്പോൾ ഞാനതൊക്കെ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴേക്ക് അമ്മ മീനൊക്കെ നുള്ളി മീനൊക്കെ വെച്ച് കഴിഞ്ഞായിരുന്നു. പുളിഞ്ചിക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ചാണ് നെത്തോലി വെച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് അമ്മ തോരൻ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് തേങ്ങാപ്പീരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിതാ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിരിക്കണം ആ ഒരു എന്തോ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും പേരുകൾ പറഞ്ഞു, മുരിങ്ങയിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തോരനാക്കിയാണ് എടുക്കാനെങ്കിൽ ഇതാ ഈ ഒരു ഫോമിൽ നമുക്ക് എടുക്കാം. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഞാനിത് കറിയാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എത്ര വെള്ളം ഒഴിച്ചിട്ടും നമ്മൾ കഴിക്കാനായിട്ട് എടുത്ത സമയത്തേക്ക് വെള്ളമൊക്കെ വറ്റി, പ്രത്യേകിച്ച് മൺചട്ടിയിലല്ലേ വെക്കുന്നത്, അത് വെള്ളം പിടിക്കും. നല്ല ടേസ്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ താളിച്ചൊഴിച്ചു കൊടുത്താൽ മതി. നല്ല കിടിലൻ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡിയാവും. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൂരിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ പാലക് ചീര വയ്ക്കും. പാലക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറി വെച്ചാൽ, ഇവിടെ ചേട്ടൻ എപ്പോഴും പറയും ഗൾഫിലൊക്കെ അവരിതൊക്കെയാണ് കഴിക്കുന്നത്, പാലക്ക് നീ വാങ്ങിച്ച് നടന്നൊക്കെ. ഞാൻ ഒരിക്കൽ പാലക്കിൻ്റെ വിത്തൊക്കെ വാങ്ങിച്ച് നട്ട് നോക്കി, ചീരയെല്ലാം മുളച്ചിട്ട് അതിന് ഇതുപോലെ എന്തോ എല്ലാം വെട്ടി തിന്നുകൊണ്ട് പോയി. ഇനി ഒന്ന് കുറച്ച് നട്ട് നോക്കണം. ഇനി അടുത്ത് അതും റെഡിയായി. പുളിഞ്ചിക്ക അച്ചാറിടണം. പിന്നെ നമ്മൾ പുളിഞ്ചിക്ക അച്ചാറിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, ഇതെൻ്റെ സ്വന്തം അനുഭവമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടും കണ്ടും പഠിക്കണതല്ലേ. അപ്പോൾ പുളിഞ്ചിക്ക അച്ചാറിടുമ്പം സ്റ്റീൽ ഇടരുത്, അലുമിനിയത്തിലിടരുത്, എല്ലാം അതങ്ങ് ദ്രവിപ്പിച്ച് കളയും ആ പാത്രം പോക്കാണ് പുളിഞ്ചിക്ക ഇരുന്നാൽ. അതുകൊണ്ട് ഞാൻ മൺചട്ടിയിലാണ് ഇപ്പോൾ പുളിഞ്ചിക്ക അച്ചാറിടാറ്. ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ അറിയാമല്ലോ, നല്ലൊരു പ്രിസർവേറ്റീവ്സാണ്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും അച്ചാറിന് കുറച്ച് കൂടുതൽ ഇടുന്നതാണ് നല്ലത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, കായ ഇട്ട് കൊടുക്കാം, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അച്ചാറിന് എപ്പോഴും ഉലുവ മുന്നിട്ട് നിന്നാൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ കുറച്ചധികം ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ആളിനെ ഇടാൻ മറക്കരുത്, ഉപ്പിനെ. ഞാൻ എല്ലാ കറിയിലും ലാസ്റ്റായിരിക്കും ഉപ്പിടണത്. അമ്മയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഉപ്പിടും. ഉപ്പിൻ്റെ കാര്യം മറന്നു, ബാക്കി എല്ലാം ചേർത്തിട്ട് അവസാനം ഉപ്പ് നോക്കുമ്പോഴാണ് അയ്യോ ഉപ്പിട്ടില്ലല്ലോ എന്ന് ഓർമ്മിക്കണത്. അപ്പോൾ അതെല്ലാം ഇട്ട് നല്ലതുപോലെ അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയും കൂടെ അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറി കിട്ടാം, നല്ലൊരു ടേസ്റ്റ് പോലെ തോന്നും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം. അപ്പോൾ ഞാനൊരു അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എരിവ്, പുളി, മധുരം, കയ്പ്പ് എല്ലാം ഒന്ന് ബാലൻസ് ആവും. അങ്ങനെ പുളിഞ്ചിക്ക അച്ചാറും റെഡിയായി. പിന്നെ വേറൊരു കാര്യം പുളിഞ്ചിക്ക അച്ചാറിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അതിലൊരിക്കലും സ്പൂണിട്ട് വെക്കരുത്. സ്പൂണിന് അത് തിന്ന് കളയും, ഫുള്ള് ദ്രവിപ്പിച്ച് കളയും. എൻ്റെ 1-2 സ്പൂൺ അങ്ങനെ പോയി. അപ്പോൾ പുളിഞ്ചിക്ക അച്ചാർ ഇടുമ്പോൾ മൺചട്ടിയിൽ മാത്രമേ ഇടാവൂ, അതിനകത്ത് സ്പൂണിട്ട് വെക്കരുത്. നമ്മൾ പുളിഞ്ചിക്ക അച്ചാർ എടുത്തതിന് ശേഷം സ്പൂൺ അപ്പോഴേ കഴുകിക്കോണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണി ഉറപ്പാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.